കർമ്മശാസ്ത്രത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, സ്വാഭാവികമാണ്. ഇപ്പോൾ പറഞ്ഞു, അതിൽ മുഖ്യമായും ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ആളുകളുടെ ചെയ്തികൾ, അഫ്ആലുൽ മുക്കല്ലഫീൻ, മതനിയമങ്ങൾ ബാധകമാകുന്ന ആളുകളുടെ പ്രവൃത്തികളെ പറ്റിയാണ് ചർച്ച. അതുകൊണ്ട് പുതിയ പുതിയ സംഭവങ്ങൾ, പുതിയ പുതിയ രീതികൾ എല്ലാം ഉണ്ടായി വരുമ്പോൾ അതിനെല്ലാം ഹുക്മ പറയുക എന്നത് ഫിഖ്ഹിലെ ബാധ്യതയാണ്. അതുകൊണ്ട് ലോകാവസാനം വരെ ഫിഖ് എന്നും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പുരോഗതിപ്പെട്ട് അത് വളർന്നുകൊണ്ടേയിരിക്കും. ആളുകളുടെ പുരോഗതിക്കനുസരിച്ച്, ലോകക്രമത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്, ആളുകളുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചൊക്കെ കർമ്മശാസ്ത്രത്തിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ തീർച്ചയായും അനിവാര്യമായി വരും. പണ്ടില്ലാത്ത ഒരുപാട് പുതിയ ഇഷ്യൂസ് ഇന്നുണ്ടാകും. ഇന്നില്ലാത്ത ഇനി കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പുതിയ കുറേ സംഭവങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ വിധി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ജമ്മൽ ഖസർ അടക്കമുള്ള വിഷയങ്ങൾ, ഇപ്പം ഇമാം ഷാഫിൻ്റെ കാലത്ത് അവർ ഇത് പറഞ്ഞു, 82 മൈലുണ്ടെങ്കിൽ ജമ്മാക്കാം, അല്ലെങ്കിൽ 40 മൈലുണ്ടെങ്കിൽ ജമ്മാക്കാം, അല്ലെങ്കിൽ 70 മൈലുണ്ടെങ്കിൽ ജമ്മാക്കാം എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ചർച്ചകൾ അന്ന് വന്നു. ഒരു രാവും പകലുമുള്ള യാത്ര എത്രയാണ് എന്നാണ് അന്നത്തെ ചർച്ചയുടെ ഒരു അടിസ്ഥാനം. ഇന്നൊരു പക്ഷേ രാവും പകലും ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ കറങ്ങിപ്പോരാൻ പറ്റും. 24 അവർ കൊണ്ട് ലോകം മൊത്തം വേണമെങ്കിൽ കറങ്ങിപ്പോരാൻ മാത്രം ഇന്ന് സംവിധാനങ്ങൾ വളർന്നു. അപ്പം പിന്നെ ഈ ഒരു രാവും പകലുമുള്ള യാത്ര എന്ന മാനദണ്ഡം ഒരു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ മറ്റു പല മാനദണ്ഡം കൂടി പരിഗണിച്ചുകൊണ്ട് പറയേണ്ടി വന്നേക്കാം. അതേപോലെ ചന്ദ്രപ്രഭി ദൃശ്യമായാൽ മാസം മാറി എന്ന് കണക്കാക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോണ കാലമാണ്. അയാൾ ചന്ദ്രനിൽ പോയി ഇറങ്ങി, അവിടുന്നാണ് റമദാൻ മാസം പിറക്കുന്നത്. അപ്പം അയാൾ ഇനിയിപ്പോൾ എങ്ങനെ മാസം കാണുക? അയാൾ നിൽക്കുന്ന മാസത്തിനുള്ളിലാണല്ലോ. അപ്പം അവിടുന്ന് അയാൾ റമദാൻ പറന്നോ ഇല്ലേ എന്ന് എങ്ങനെ കണക്കാക്കും? അല്ലെങ്കിൽ ശവ്വാലായോ ഇല്ലേ എങ്ങനെ കണക്കാക്കും? അയാൾക്ക് എന്താണ് മാനദണ്ഡം? അത് പറഞ്ഞു കൊടുക്കേണ്ടുന്നൊരു വിഷയമാണ്. അവയവമാറ്റങ്ങൾ നബിയുടെ കാലത്തില്ല. അവയവമാറ്റം ഇന്ന് ഹാർട്ട് വരെ മാറ്റിവെക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായി വന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏരിയകൾ, ടെസ്റ്റ് ട്യൂബ് ശിശു അടക്കമുള്ള ആധുനികമായ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഇസ്ലാമികമായ വിധി എന്താണ്? ടെസ്റ്റ് ട്യൂബ് ശിശു ഇപ്പോൾ രക്തദാനം പോലെ ബീജദാനം പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതാവായിട്ട് ആരാണ് ഗണിക്കപ്പെടുക? അനന്തരാവകാശ സ്വത്ത് അവർക്ക് അവകാശമുണ്ടാകുമോ? ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിൽ കച്ചവട രംഗത്താണെങ്കിൽ ധാരാളം പുതിയ പുതിയ വഴികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഷെയർ മാർക്കറ്റുകളും അല്ലാത്ത വ്യത്യസ്തമായ വഴികളുള്ള കച്ചവടങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെയുള്ള നിയമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഫിഖ്ഹിലാണ് ചർച്ച വരിക. അപ്പം ഇതിനെല്ലാമുള്ള അടിസ്ഥാന നിയമങ്ങൾ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തെ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് വരുന്ന അനുബന്ധ കാര്യങ്ങൾക്ക് വിധി കണ്ടെത്തുക എന്നതാണ് കർമ്മശാസ്ത്രത്തിൽ ചെയ്യേണ്ടത്. അതിനാൽ ഖിയാമത്ത് വരെയും കർമ്മശാസ്ത്രത്തിൽ പുതിയ പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ആ ഗവേഷണമനുസരിച്ച് ഒരു പക്ഷേ 4 ആൾ 4 രൂപത്തിൽ വിധി പറഞ്ഞേക്കാം. വ്യക്തമായി വരുന്ന വിഷയങ്ങളിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവില്ല. അതല്ലാത്ത മേഖലകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഖിയാസാക്കുമ്പോൾ ഏത് അസുലിലേക്ക് വെക്കണം നമ്മളെന്ന് പറഞ്ഞല്ലോ. ഒരു അസുലിലേക്ക് വെച്ചാൽ ഒരു ഹുക്മ്, മറ്റു അസുലിലേക്ക് വെച്ചാൽ മറ്റൊരു ഹുക്മ്. ഇങ്ങനെയൊക്കെ വരുന്ന കാരണങ്ങളാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട ചില ബേസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഒന്നാമത്തെ ഭാഗം. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 ഏരിയകൾ, എന്തുകൊണ്ട് ഇങ്ങനെ കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു, അതിനൊരു അടിസ്ഥാനം. നമുക്ക് അത് വ്യത്യാസം വേണ്ടാക്കാൻ പറ്റുന്നില്ല, വ്യത്യാസം വരാൻ പാടില്ല, ഒറ്റഭിപ്രായം പറയണം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുന്ന ഒരു ഏരിയ അല്ല അത്. അനിവാര്യമായും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ചിലതിലൊരു പക്ഷേ കൂടുതൽ പ്രബലമായി ഇന്നതാണ് പറയാൻ പറ്റും, ചിലത് രണ്ടും ശരിയാണെന്ന് പറയേണ്ടി വരും. കൂടുതൽ പ്രബലമായത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന വഴിക്ക് നോക്കിയാൽ അത് ശരി, മറ്റൊരു വഴിക്ക് നോക്കിയാൽ അത് ശരി, രണ്ടെടുത്താലും കുറ്റമില്ല എന്ന് ചില വിഷയങ്ങളിൽ പറയേണ്ടി വരും. ഇസ്ലാമിൽ തന്നെ വിശാല കാഴ്ചപ്പാടുള്ള ഏരിയ ഉണ്ടാകും, അത് വിശാലമായി തന്നെ കാണിച്ചു കൊടുക്കാം. ചിലത് വിശാലത ഇല്ലാതെ ഒറ്റ വഴിക്ക് മാത്രം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടാകും, അതങ്ങനെ തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ 5 കാര്യങ്ങളാണ് പ്രധാനമായും കർമ്മശാസ്ത്രത്തിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവാനുള്ള നിമിത്തങ്ങളായി പറയപ്പെടുന്നത്. അതിൽ ഒന്ന് അറബി ഭാഷയിലുള്ള പദങ്ങളുടെ അർത്ഥവ്യാപ്തികളാണ്. ഒരേ വാക്കിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടാകും. അപ്പോൾ ഖുർആനും ഹദീസും ഒരു സംഗതി ഉപയോഗിച്ചു, അവിടെ ആ വാക്കിന് ഈ അർത്ഥമാണോ
അതല്ല മറ്റേ അർത്ഥമാണ്. ഒരു വാക്കിൽ തന്നെ 2, 3, 4, 5, 10 അർത്ഥം വരെ അറബി ഭാഷയിലുണ്ട്. നമ്മൾ ഖുർആൻ ക്ലാസ്സൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ചില വാക്കിൽ 2 അർത്ഥം, ചിലതിന് 3 അർത്ഥം, ചിലതിന് 4 അർത്ഥം, 10 അർത്ഥം, 50, 60 അർത്ഥങ്ങൾ വരെയുള്ള പദങ്ങൾ അറബിയിലുണ്ട്. ഞാൻ അതിൽ തന്നെ അതിനെ കൂടെ ചേർന്ന് വരുന്ന വാക്കുകൾക്കനുസരിച്ച് ഇതിനർത്ഥം മാറുന്നതുണ്ട്, ചേർന്നില്ലെങ്കിൽ അർത്ഥം മാറുന്നതുണ്ട്, ഉപയോഗിക്കുന്ന സന്ദർഭം സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറുന്നതുണ്ട്. ഇതൊക്കെ അറബി ഭാഷയിലുള്ള സവിശേഷതയാണ്. വിപരീതാർത്ഥം വരെ ഉണ്ട്. ഒരേ വാക്കിൽ തന്നെ വിപരീതാർത്ഥങ്ങൾ, ഒരർത്ഥം ഉണ്ടാവും, നേരെ വിപരീതമായ അർത്ഥവും ഉണ്ടാവും. അപ്പോൾ ഖുർആനിലും ഹദീസിലും ഒരു വിഷയത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചു, ആ വാക്ക് 2 അർത്ഥങ്ങൾക്കോ 2-ൽ കൂടുതൽ അർത്ഥങ്ങൾക്കോ സാധ്യതയുള്ള വാക്കാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിച്ച ഇതിൽ ഏതർത്ഥമാണ്? ഒരു പണ്ഡിതൻ പറയും ഈ അർത്ഥമാണ്, മറ്റൊരു പണ്ഡിതൻ പറയും അല്ല മറ്റേ അർത്ഥമാണ്. അപ്പം ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുവെച്ചാൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് അനുബന്ധമായി വരുന്ന ഹദീസുകൾ, സമാനമായി ഉപയോഗിച്ച ആയത്തുകൾ, ഇത്തരം സമാനമായ വിഷയങ്ങളിൽ വരുന്ന വിധികൾ, അതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇതാകുന്നു ഉദ്ദേശം എന്ന് പറയൽ മാത്രമേ നിർവാഹം ഉണ്ടാകൂ. അപ്പോൾ ഒരർത്ഥം വെച്ചാൽ കിട്ടുന്ന വിധി ഒന്നായിരിക്കും, മറ്റൊരർത്ഥം വെച്ചാൽ കിട്ടുന്ന വിധി മറ്റൊന്നായിരിക്കും. അതാണ് ഈ അഭിപ്രായവ്യത്യാസങ്ങളുടെ ഒരു കാരണം, അറബി പദങ്ങളുടെ അർത്ഥ വ്യത്യാസങ്ങൾ. അതാണ് ഒന്നാമത്തെ കാര്യം, അറബി പദങ്ങളുടെ അർത്ഥ വ്യത്യാസങ്ങൾ. ഫസ്റ്റ് ക്ലാസ്സിൽ അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, ത്വലാഖ് ചൊല്ലിയാൽ 3 ശുദ്ധികാലം കാത്തിരിക്കണം എന്ന് പറയുന്ന സലാസത്ത ഖുറൂ എന്ന വാക്ക് നമ്മളന്ന് ബോർഡ് എഴുതിയതാണ്. സലാസത്ത ഖുറൂ, ഖുർ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു, ഖുർആന് ശുദ്ധി എന്നും അർത്ഥമുണ്ട്, അശുദ്ധി എന്നും അർത്ഥമുണ്ട്. അപ്പൊ ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ഖുർആൻ കാലം കാത്തിരിക്കണം, 3 ശുദ്ധികാലം കാത്തിരിക്കണം, അല്ലെങ്കിൽ 3 അശുദ്ധികാലം കാത്തിരിക്കണം. ഇതനുസരിച്ച് ഹുക്മ മാറും. എങ്ങനെ മാറുക? 3 ശുദ്ധികാലം എന്നാണെങ്കിൽ 3ാമത്തെ ശുദ്ധി പ്രവേശിക്കുന്നതോടുകൂടി ത്വലാഖ് ഇദ്ദ അവസാനിച്ചു. 3 അശുദ്ധികാലം എന്ന് വെച്ചാൽ 3ാമത്തെ അശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയാണ് ഇദ്ദ അവസാനിക്കുക. അശുദ്ധി തുടങ്ങിയാൽ ഇദ്ദ അവസാനിച്ചു. അല്ലെങ്കിൽ ആ അശുദ്ധി കഴിഞ്ഞ് വീണ്ടും ശുദ്ധിയാകണം, അപ്പോഴേ ഇദ്ദ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വ്യത്യാസം വരും. അതേപോലെ ത്വലാഖ് വന്നപ്പോൾ തന്നെ പെണ്ണ് നിക്കാഹ് കഴിഞ്ഞു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലി എങ്കിൽ മഹറിൻ്റെ പകുതി തിരിച്ചു കൊടുക്കണം. മഹറിൻ്റെ പകുതി ഭർത്താവിന് തിരിച്ചെടുക്കാം, പകുതി ഓൾക്ക്. നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവർ ഒന്നിച്ച് വീട് കൂടിയിട്ടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതിന് മുമ്പേ ത്വലാഖും ചൊല്ലി എങ്കിൽ മഹറിൻ്റെ പകുതി ഭർത്താവിന് തിരിച്ചു വാങ്ങാം, പകുതി പെണ്ണിന്. ശാരീരിക ബന്ധത്തിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെട്ടാൽ പിന്നെ മഹർ പൂർണ്ണമായും അവളുടേത്, പകുതി അവന് തിരിച്ചു വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഇല്ലാ അൻ യഅഫൂന ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്. ഇല്ലാ അൻ യഅഫൂന, ആ സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്തെങ്കിലൊഴികെ. പകുതി അവന് വാങ്ങാം, സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്തെങ്കിലൊഴികെ. അപ്പം എന്താ അർത്ഥം? ആ പെണ്ണ് പറഞ്ഞു എനിക്ക് പകുതി വേണ്ട, ഫുള്ള് അയാൾ എടുത്തോട്ടെ എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സറിഞ്ഞ് ഓള് ഫുള്ള് തരികയാണെങ്കിൽ ആണിനത് വാങ്ങുന്നതിന് വിരോധമില്ല. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കുട്ടി കൊണ്ടിട്ടൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ ഓൾക്കൊന്ന് ജീവിക്കാൻ പറ്റില്ല, മനസ്സായി ഒഴിവായും ചെയ്തു. അപ്പോൾ ഓള് പറഞ്ഞു എനിക്ക് അയാളെ പകുതി വേണ്ട, അത് ഫുള്ള് ആണ് കൊടുത്താൽ എനിക്ക് വേണ്ട എന്ന് പറയും. ഇല്ല അയ്യാഴ്ഫൂന, ആ സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ ഒഴികെ. അപ്പം സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്താൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഭർത്താവിന് തിരിച്ചു വാങ്ങാം. ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അല്ലെങ്കിൽ നിക്കാഹിൻ്റെ കരാർ ആരുടെ കയ്യിലാണോ അവർ വിട്ടുവീഴ്ച ചെയ്താലും ഒഴികെ. നിക്കാഹിൻ്റെ കരാറ് ആരുടെ കയ്യിലാണോ അവർ വിട്ടുവീഴ്ച ചെയ്താലും ഒഴികെ. അപ്പം എന്തായിരിക്കും ഉദ്ദേശം? അവിടെ അഭിപ്രായ വ്യത്യാസം വരും. നിക്കാഹിൻ്റെ കരാർ ആരുടെ കയ്യിലാണോ എന്ന് വെച്ചാൽ ആരാണ് അയാൾ? 2 അഭിപ്രായം. ഒന്ന്, ഓളെ നിക്കാഹ് ചെയ്ത് കൊടുത്തതാരാ? ഓളെ പരിരക്ഷിതാവ്. അപ്പോൾ ഒന്നുകിൽ പെണ്ണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെണ്ണിന് രക്ഷിതാവ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താലും മതി.
പെണ്ണ് പറഞ്ഞു ഫുള്ള് നമുക്ക് വേണം, അങ്ങനെ പൗതി നമുക്ക് വേണം, അങ്ങനെ വിട്ടുകൊടുക്കൊന്നും വേണ്ട. ബാപ്പ അത് വേണ്ട, അത് ഓരോരുത്തർ എന്തിനാ നമുക്കത് എന്ന് പറഞ്ഞാൽ ബാപ്പാക്കും വേണ്ടി തീരുമാനിക്കാൻ അധികാരമുണ്ട് എന്ന് വന്നു. ഇനി അതല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുത്ത ബാപ്പ തന്നെയാണ്. പക്ഷെ ഇപ്പം നിക്കാഹിൻ്റെ അധികാരം ബാപ്പാൻ്റെ അടുത്തല്ല. നിക്കാഹ് ചെയ്തോടി ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞു. ഇനി ആ നിക്കാഹ് നിലർത്തണോ, നിക്കാഹ് ദുർബലപ്പെടുത്തി തുലാക്കല്ലി പോകണോ ഇത് തീരുമാനിക്കാൻ അധികാരം ആയിരിക്കാം ഭർത്താവിനാണ്. അപ്പൊ കയ്യിലുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നർത്തം വെച്ചാലോ, പെണ്ണ് വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ, അല്ലെങ്കിൽ ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ. അപ്പൊ എന്തായി? ഭർത്താവ് പറഞ്ഞു പൗതി എനിക്ക് വേണ്ട, നമ്മൾ കൊടുത്ത മഹറല്ലേ, അതിന് ഏതായാലും ഫുള്ള് ഓതിനെടുത്തോട്ടെ എന്ന് അയാൾ തൃപ്തിപ്പെട്ട് ഇങ്ങോട്ട് കൊടുത്താൽ ഇവൾക്കത് ഫുള്ള് വാങ്ങാം. ഇവൾ തൃപ്തിപ്പെട്ട് അങ്ങോട്ട് കൊടുത്താൽ അയാൾക്കും അത് ഫുള്ള് വാങ്ങാം. അപ്പൊ ആ വ്യത്യാസം എവിടുന്നാ വന്നത്? ഔ യഅഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, ആരുടെ കയ്യിലാണോ നിക്കാഹിന്റെ ഉടമ്പടിയുള്ളത് അയാൾ മാപ്പ് നൽകിയാൽ, വിട്ടുവീഴ്ച ചെയ്താൽ. അപ്പൊ ഇത് ആരാണ്? ഇത് പിതാവിനും പറയാം ഭർത്താവിനും പറയാം. അപ്പൊ പിതാവ് എന്ന് അർത്ഥം വെച്ചാൽ മകളോ വാപ്പയോ ഒഴിവാക്കിയാൽ ഇവന് വാങ്ങാം. ഭർത്താവ് അർത്ഥം വെച്ചാലോ ഇവൻ ഒഴിവാക്കിയാൽ അവൾക്ക് ഫുള്ള് വാങ്ങാം. അപ്പൊ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ അതോടുകൂടി അവർക്ക് വാങ്ങാൻ അധികാരമുണ്ട്. അപ്പൊ ഇതൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു കാരണമാണ്. അപ്പൊ ഇവിടെ യദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് ഇത് വാപ്പയാണ് എന്നൊരു പണ്ഡിതർത്ഥം വെക്കും. അപ്പൊ വാപ്പ വിട്ടുകൊടുത്താലും മതി, പെണ്ണിന്റെ ഇഷ്ടം അവിടെ പരിഗണിക്കേണ്ടതില്ല എന്ന് വരും. ഭർത്താവാണ് വെച്ചാലോ ഒന്നുകിൽ പെണ്ണ് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ട് ഒഴിവാക്കണം. അപ്പൊ വാപ്പ പറഞ്ഞു എനിക്ക് അയാളെ പൗതിയൊന്നും വേണ്ട, പെണ്ണാണ് എനിക്ക് വേണം, എങ്കിൽ എന്ത് ചെയ്യും? ഇത് ഭർത്താവിനാണെങ്കിൽ ബാപ്പാനെ പറച്ചിൽ അവിടെ വിലയില്ല. പെണ്ണ് പറഞ്ഞത് എന്താണോ അതിനാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ അവിടെ അഭിപ്രായ വ്യത്യാസം വന്നു. ഇനിയിപ്പോ ഇതിൽ നമുക്ക് തീരുമാനം കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഇതിന് വേറെ തീരുമാനമൊന്നുമില്ല. അപ്പൊ രണ്ടുപേർക്ക് അർത്ഥം വെച്ചാലും ആയത്തിൽ നിന്ന് ആ അർത്ഥം കിട്ടും. ഭർത്താവ് അർത്ഥം വെച്ചാലും ആയത്തിൽ നിന്ന് അത് കിട്ടുന്നുണ്ട്, പിതാവ് അർത്ഥം വെച്ചാലും ആയത്തിൽ നിന്നത് കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ടർത്ഥത്തിനും അവിടെ സാധ്യതയുണ്ട്. അപ്പൊ അറബി പദങ്ങളുടെ അർത്ഥവ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണമായി മാറുന്നു എന്നർത്ഥം. അതേപോലെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഖുർആൻ മറ്റൊരു പ്രയോഗമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മതത്തിൽ ബലാത്കാരമില്ല. ബലാത്കാരം ചെയ്തുകൊണ്ടാണ് മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണോ, അതോ ബലാത്കാരം ഇല്ല എന്ന് ഒരു പ്രസ്താവന പറഞ്ഞതാണോ? മതത്തിൽ ബലാത്കാരമില്ല എന്നാണ് പറഞ്ഞത്. ബലാത്കാരം ചെയ്യരുത് എന്നല്ല, ബലാത്കാരം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, ബലാത്കാരമില്ല. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രസ്താവന ആയിരിക്കാം. ഇസ്ലാമിൽ ബലാത്കാരമൊന്നുമില്ല, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ല കൽപ്പനയാണെങ്കിലോ ഒരാൾ നിർബന്ധിച്ചിട്ട് കൊണ്ടേണ്ട ആവശ്യമില്ല എന്നാവും അർത്ഥം. അവിടെ ലാ ഇക്റാഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കരുത് എന്നർത്ഥമുണ്ടോ, അതോ നിർബന്ധിക്കൽ ഇല്ല എന്നേ അർത്ഥമുള്ളൂ എന്ന അർത്ഥവ്യത്യാസം. അതനുസരിച്ച് ഈ ഖിതാൽ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇത് വെച്ചുകൊണ്ട് ഏറ്റുമുട്ടാൻ പറഞ്ഞിടത്ത്, യുദ്ധം ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെയുള്ള മസ്അലകളിൽ ഈ ആയത്തിനെതിരായി വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ വരും. അപ്പം ഇങ്ങനെ വാക്കുകളിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം വരും. അതിൽ തന്നെ ചിലപ്പോൾ ചില പദങ്ങൾ കളയപ്പെട്ടുകൊണ്ട് ഖുർആൻ ഉപയോഗിക്കും. അറബിൻ്റെ ശൈലിയാണത്. അപ്പം ആ കളയപ്പെട്ടത് മറ്റു സ്ഥലത്ത് പറയപ്പെട്ടു, അവിടേക്ക് ഇത് ബാധകമാണോ അല്ലേ? ഉദാഹരണമായി അല്ലാഹു തആല കഫാറത്ത്, ചില തിന്മകളുടെ പ്രായച്ചിത്തങ്ങൾ പറയുന്നുണ്ട്. ചില തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തം പറഞ്ഞപ്പോൾ അവിടെ ഫതഹ്രീറു റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കൽ അതിനുള്ള പ്രായച്ചിത്തമാണ്. ചില സ്ഥലത്ത് ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, വിശ്വാസിനിയായ അടിമയെ മോചിപ്പിക്കലാണ് അതിനുള്ള പരിഹാരം. അപ്പൊ ചില സ്ഥലത്ത് മുഅ്മിനത്തിൻ എന്ന് പ്രത്യേകമായി ഉപയോഗിച്ചു, ചില സ്ഥലത്ത് മുഅ്മിനത്തിന് ഉപയോഗിക്കാതെ അടിമയെ മോചിപ്പിക്കുക എന്ന് വന്നു. അപ്പൊ അടിമ എന്ന് മാത്രം പറഞ്ഞാൽ ആ അടിമയുടെ ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമില്ല.
ഏത് അടിമയെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി മോചിപ്പിച്ചാലും അവനെ കുറ്റത്തിന് പ്രായശ്ചിത്തമായി. മുഅ്മിനത്താവണം എന്ന് വെച്ചാലോ, മുഅ്മിനത്തായ അടിമയെ മോചിപ്പിച്ചെങ്കിൽ മാത്രമേ പ്രായശ്ചിത്തമാവുകയുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് മുഅ്മിനത്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് മുഅ്മിനത്ത് പറഞ്ഞില്ല. അപ്പൊ ഈ പറഞ്ഞ മുഅ്മിനത്ത് എന്നത് പറയാത്ത സ്ഥലത്തേക്ക് കൂടി ബാധകമാകുമോ? ഇല്ലേ, അതല്ല ബാധകമാവില്ലേ? ആ ചർച്ച വരും. അപ്പൊ അവിടെ ഈ മുഅ്മിനത്ത് പറയാതെ കളഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതാണ് എന്ന് ചിലർ വാദിക്കും. അറബിയിൽ ശൈലിയുണ്ട്, കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കും. അറബി ഭാഷയുടെ പ്രത്യേകത അനിവാര്യമായും പറഞ്ഞേ പറ്റൂ എന്നുള്ള വാക്കുകളെ പറയുള്ളൂ, അല്ലാത്തൊക്കെ കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കും. പദം പരമാവധി കുറക്കും, ആശയം അതിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. പറയാതെ തന്നെ മനസ്സിലാകുമെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അത് അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണ്. അപ്പം അങ്ങനെ കളയപ്പെട്ടു പോയതാണോ അല്ലേ, ആ ചർച്ചകൾ വരും. എന്നിരുന്നാലും ഒന്നാമത്തെ ഭാഗം അതാണ്, ഭാഷയിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ, പ്രയോഗ വ്യത്യാസങ്ങൾ, അതിലൊക്കെ വരുന്ന അഭിപ്രായ വ്യത്യാസമാണ്. ഭാഷയുടെ അറബി പദങ്ങളുടെ അർത്ഥത്തിലോ പ്രയോഗത്തിലോ വരുന്ന വ്യത്യാസങ്ങളാൽ കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസം വരും.